താരസംഘടന അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ധാരണ 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കൊച്ചിയിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായി. മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമായത്. എന്നാൽ മത്സരത്തിന് താനില്ലെന്നും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ആളുകൾ വരട്ടെയെന്നും മോഹൻലാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരെ നിലവിലെ ഭരണസമിതി തുടരും. അതേസമയം അമ്മ യോഗത്തിൽ 4 പേർ അതിക്രമിച്ചു കയറി. അംഗങ്ങൾ എന്ന വ്യാജേന രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷമാണ് ഇവർ അകത്തു കയറിയത്. കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി സൈഫുനിസ ചേരുന്നുണ്ട്. സൈഫുനിസ, അങ്ങനെ താരസംഘടനയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ധാരണയായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? താരസംഘടനയിൽ ഒരു വർഷത്തിനിടെ വീണ്ടും രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇന്ന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് പ്രസിഡന്റ് മോഹൻലാൽ ഏകപക്ഷീയമായി തീരുമാനം പറയുകയായിരുന്നു. ഇന്ന് അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അഡ്ഹോക് കമ്മിറ്റി പിരിച്ചുവിടുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിനുള്ള സമയമാണ് എന്ന്. എന്നാൽ തെരഞ്ഞെടുപ്പ് വേണ്ട എന്നും നിലവിലെ കമ്മിറ്റി തുടരണമെന്നും ജനറൽ ബോഡി ഒന്നാകെ ആവശ്യപ്പെട്ടു. എന്നാൽ ജനറൽ ബോഡിയിൽ ആവശ്യത്തിനുള്ള ആളുകൾ ഇല്ല എന്ന് മോഹൻലാൽ പറഞ്ഞു. അതായത് 500-ലേറെ അംഗങ്ങളുള്ള അമ്മയിൽ ഇന്ന് ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തത് 300ഓളം പേർ മാത്രമാണ്. അതുകൊണ്ട് പകുതിയോളം ആളുകളും ഇല്ലാത്തപ്പോൾ ഇതൊരു അഭിപ്രായമായി കാണാനാകില്ല എന്നും മറ്റഭിപ്രായങ്ങളുള്ള ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാല് തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് പറഞ്ഞത്. ഇതിനെ വളരെ ശക്തമായി ബൈജു അടക്കമുള്ള താരങ്ങൾ എതിർക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളാതെ മോഹൻലാല് തെരഞ്ഞെടുപ്പിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്തായാലും അടുത്ത 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റി നിലവിൽ വരും. അമ്മയിൽ പുതിയ തെരഞ്ഞെടുപ്പ്, അതായത് പുതിയൊരു ഭരണസമിതി വരട്ടെ എന്നുള്ളതാണ് മോഹൻലാൽ പറഞ്ഞത്. പുതിയ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ വരട്ടെ, എല്ലാവരും പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആകട്ടെ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. നേരത്തെ അഡ്ഹോക് കമ്മിറ്റിയിൽ മോഹൻലാൽ എടുത്തിരുന്ന നിലപാട് തെരഞ്ഞെടുപ്പില്ല എങ്കിൽ പ്രസിഡന്റായി തുടരാൻ തയ്യാറാണ് എന്നുള്ളതായിരുന്നു. പക്ഷെ അവസാന നിമിഷം ഈ വളരെയധികം ആളുകൾ ഇന്ന് ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതോടുകൂടി മോഹൻലാൽ തീരുമാനത്തിൽ നിന്ന് മാറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അമ്മയിൽ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ 4 പേർ അതിക്രമിച്ച് കയറിയെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെയാണ് 4 പേർ ഈ യോഗത്തിൽ അതിക്രമിച്ച് കയറിയത്. യോഗം തുടങ്ങിയ ശേഷമാണ് ഇവർ കയറിയത്. അവിടെ രജിസ്റ്റർ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രജിസ്റ്റർ ഓരോ അംഗങ്ങളുടെയും പേര് എഴുതിയ രജിസ്റ്റർ ആയിരുന്നു. അതിൽ ഓരോരുത്തർ ഒപ്പിട്ട് കയറുകയാണ് രീതി. പക്ഷെ ഇന്നുണ്ടായിരുന്ന രജിസ്റ്റർ ഓരോരുത്തരും പേരെഴുതി ഒപ്പിട്ട് കയറുകയായിരുന്നു. അങ്ങനെ പേരെഴുതി ഒപ്പിട്ടാണ് ഇവർ 4 പേരും കയറിയത്. താരങ്ങളാണെന്ന വ്യാജേന, അംഗങ്ങളാണെന്ന വ്യാജേനയാണ് ഇവർ അകത്ത് കയറിയത്. അതിനുശേഷം ഇവർ ഈ പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ഒരു യൂട്യൂബ് ചാനലിലായിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താനുള്ള അവകാശം നൽകിയിരുന്നത്. പിന്നീട് നടൻ സുരേഷ് കൃഷ്ണയാണ് ഇവർ അംഗങ്ങളല്ലല്ലോ എന്ന് തിരിച്ചറിയുകയും ഒപ്പം തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. പോലീസ് എത്തി ഇവരെ പുറത്താക്കുകയും ചെയ്തു. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് സൈഫുനിസ അലിയാറാണ്.